ആലുവ മെട്രോ സ്റ്റേഷനിൽ ഓട്ടോ ഡ്രൈവർമാരുടെ ഗുണ്ടായിസം. യൂബർ ഓട്ടോ ഡ്രൈവറെ കൂട്ടം കൂടിയാണ് മറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മർദ്ദിച്ചത്. മർദ്ദനമേറ്റ കുന്നത്തേരി സ്വദേശി ഷാജഹാനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാജഹാന്റെ സഹോദരി ആലുവ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഷാജഹാന് മെട്രോ സ്റ്റേഷന് മുൻപിൽ ഓട്ടോയുമായി കാത്തുനിന്നതിന് 3 ഡ്രൈവർമാരുടെ ക്രൂരമർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ കുന്നത്തേരി തൈപ്പറമ്പിൽ ഷാജഹാനെ തുടർച്ചയായി രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പലരും മോശമായിട്ട് പെരുമാറിയിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ഓട്ടം കുറവായിരുന്നു. ഒരു കൊച്ചിൻ്റെ എന്തൊരു ഫംഗ്ഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഓട്ടോ ഓടുന്നതിൽ 2-3 പേര് നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ഇന്ന് വണ്ടികളൊക്കെ കുറവായിരിക്കില്ല, അവിടെ കൊണ്ടുപോയി കൈയിട്ട് ഉരുട്ടിക്കോ ഓട്ടോ ഒന്നും ആരും പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന ഇതിലാണ് അവിടെ ഇട്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഇടാൻ പറ്റില്ല, ഇനി അപ്പുറത്തേക്ക് മാറ്റിയിരുന്നു എന്നൊക്കെ. അതെന്നെ ശരിക്കും നല്ലൊരു രീതിയിൽ എനിക്കൊരു നല്ല ഇവിടെ നല്ല പത്തിന് നല്ലൊരു ചവിട്ടും തന്നെ, നല്ലൊരു ചവിട്ടും തന്നെ. ആ ചവിട്ടുന്ന വീഡിയോസിലുണ്ട്. ഈ സംഭവം ഭയം കാരണം ഷാജഹാൻ ആരോടും പറഞ്ഞിരുന്നില്ലെന്നും ഇത് പകർത്തിയ ഒരു യാത്രക്കാരൻ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റിലൂടെയാണ് വീട്ടുകാർ ഇത് അറിയുന്നതെന്നും സഹോദരി പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവന് ബ്ലഡ് ഛർദ്ദിച്ചു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ആദ്യം ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ദയാ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പം അവിടെ നിന്ന് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ഇപ്പോൾ ആകെ ബ്ലഡ് വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന് ഒരു കുറവുമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷാജഹാന്റെ സഹോദരി ആലുവ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലുവ. Bharathamata College of Commerce and Arts, Chundi, Aluva is a project of the Archdiocese of Ernakulam and Angamali. We offer BCom, BCA, BBA, BSW courses.